നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇന്ത്യ ഒരു ശ്രീലങ്കയായിട്ടുള്ള ടെസ്റ്റ് നല്ല ഭംഗിയായിട്ട് ജയിച്ചിട്ടുണ്ട്. സോ ടെസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്. കുറച്ച് തിരക്കുമായിരുന്നു. എന്തായാലും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള വിന്ന് ഇന്ത്യക്ക് ഈ WTC ചാമ്പ്യൻഷിപ്പ് യാത്രയിൽ ഈ ശ്രീലങ്കയായിട്ടുള്ള മാച്ച് ജയിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ടെസ്റ്റ് ജയിച്ച് സെക്കൻഡ് ടെസ്റ്റും ജയിച്ചാലേ മുന്നോട്ട് ന്യൂസിലൻഡിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് ഓസ്ട്രേലിയ ഇന്ത്യയിലേക്ക് വരുമ്പോഴോ സാധ്യതയുള്ളൂ. സോ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ടുള്ള യാത്ര തുടങ്ങാനായിട്ട് ഈ ടെസ്റ്റ് നല്ല രീതിയിൽ വിൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരുന്നു. ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ ഇന്ത്യൻ ടീം ചെയ്തു. ഏറ്റവും വലിയ പ്രത്യേകത ദേവദത്ത് പടിക്കലിൻ്റെ സെഞ്ചുറിയാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ ഇന്ത്യ 462 റൺസ് എടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ദേവദത്ത് പടിക്കലിൻ്റെ സെഞ്ചുറി. 167 റൺസ് 230 ബോളിന്, അതുപോലെ തന്നെ KL രാഹുൽ 82 റൺസും ആ ഇന്നിങ്സിൽ അടിച്ചു. പിന്നീട് ശ്രീലങ്ക 284 എറിഞ്ഞിടാൻ സാധിച്ചു. അതിനകത്ത് മാനവ് സുത്താറിന് 4 വിക്കറ്റ് ഉണ്ടായിരുന്നു, ജഡേജയ്ക്ക് 3 വിക്കറ്റ് ഉണ്ടായിരുന്നു ആ ശ്രീലങ്കയുടെ ഫസ്റ്റ് ഇന്നിങ്സിൽ. ആൻഡ് സോണൽ ദിനിഷ 100 അടിച്ച ഒരു വളരെ നല്ല പെർഫോമൻസ്, ഒരു യങ് പ്ലെയറാണ്. സോ ശ്രീലങ്കയെ സംബന്ധിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഭാവിയിലേക്ക് അസെറ്റ് ആവാൻ പോകുന്നൊരു പ്ലെയറാണ്. കാരണം സെക്കൻഡ് ഇന്നിങ്സിലും പുള്ളി 84 റൺസ് അടിച്ചിരുന്നു. സോ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സിൽ KL രാഹുൽ, ദേവദത്ത് പടിക്കൽ ആൻഡ് എസ്പെഷ്യലി ഋഷഭ് പന്തിൻ്റെ ഒരു ബ്ലിസ്റ്ററിങ് ഇന്നിങ്സ് 66 റൺസ് 69 ബോളിൽ അത് ഹെൽപ്പ് ചെയ്തു 193 റൺസ് അടിക്കാനും നല്ലൊരു ടാർഗറ്റ് ശ്രീലങ്കയ്ക്ക് മുന്നിലേക്ക് വെക്കാനായിട്ടും. ശ്രീലങ്കയ്ക്ക് പക്ഷേ 206 റൺസ് അടിക്കാനേ സാധിച്ചുള്ളൂ. അവിടെ വന്നിട്ട് മാനവ് സുത്താർ വന്നിട്ട് 6 വിക്കറ്റ് എടുത്തു. അതായത് മൊത്തം 10 വിക്കറ്റ് ഈ ഒരു ടെസ്റ്റിൽ പുള്ളിക്കാരൻ എടുത്തു. ആസ് എ യങ്സ്റ്റർ വലിയ അച്ചീവ്മെൻ്റ് ആണ്. രണ്ടാമത്തെ ടെസ്റ്റ് കളിക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ മാനവ് സുത്താർ ഒരു ഫൈൻഡിങ് തന്നെയാണ്. ഗുജറാത്ത് കോട്ട എന്നൊക്കെ ആദ്യം കുറേ പേര് കളിയാക്കിയിരുന്നുണ്ടെങ്കിലും സോ ദർ ഇസ് എ റീസൺ. ഓരോ സെലക്ടേഴ്സിന് അവരുടേതായ റീസൺസ് ഉണ്ടാവും. ചിലത് വർക്കാവും, ചിലത് വർക്കാവില്ല. മാനവ് സുത്താർ എന്തായാലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജഡേജയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ബോളിംഗ് നമ്മൾ ജഡേജയുടെ ഭാഗത്തുനിന്ന് കണ്ടില്ലെങ്കിൽ പോലും ഫസ്റ്റ് ഇന്നിങ്സിൽ 3 വിക്കറ്റ് ഇട്ടു. വെരി ഇമ്പോർട്ടൻ്റ്ലി നല്ല രീതിയിൽ ഒരു സൈഡിൽ നിന്ന് രണ്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ജഡേജയ്ക്ക് സാധിച്ചു. പക്ഷേ കുൽദീപ് യാദവ് എന്ന ഫാക്ടർ വീണ്ടും ഡിസപ്പോയിൻ്റ് ചെയ്തു. ഈ ഒരു ടെസ്റ്റ് വെച്ച് വിലയിരുത്താൻ പറ്റില്ലെങ്കിൽ പോലും ആകെ 1 വിക്കറ്റാണ് നേടാനായിട്ട് സാധിച്ചത്. കുറച്ച് സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് കൂടി കുൽദീപ് യാദവിന് വേണ്ടത്ര റിസൾട്ട് കിട്ടാനായിട്ട് സാധിച്ചില്ല. ഇതിൻ്റെ പേരിൽ ഇനി ടീമിൽ നിന്ന് പുറത്ത് കളയുമെന്ന് അറിയില്ല. എന്തായാലും രണ്ടാമത്തെ ഇന്നിങ്സിലും സോണൽ ദിനിഷ 84 റൺസ് അടിച്ചു എന്നുള്ളതാണ്. ശ്രീലങ്ക ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് ശ്രീലങ്കയെ സംബന്ധിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. 5ാമത്തെ ദിവസം വരെ ഈ ടെസ്റ്റ് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട്. ഇന്ത്യ പോലൊരു ടീമിനോട് കളിച്ച് 5ാമത്തെ ദിവസം കളിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ വെൽ പ്ലേഡ് ശ്രീലങ്ക. അടുത്ത മാച്ച് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ചലഞ്ച് ഇന്ത്യക്ക് തരാനായിട്ട് തീർച്ചയായിട്ടും ശ്രീലങ്കയ്ക്ക് കഴിയും എന്ന് എനിക്ക് തന്നെയാണ് ഞാൻ കരുതുന്നത്. സോ ഈ ഒരു മാച്ചിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് മാനവ് സുത്താറിൻ്റെ 10 വിക്കറ്റ്സിന് തന്നെയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ബോൾ ചെയ്തു. ആ ലെഫ്റ്റ് ആം സ്പിന്നേഴ്സിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും, ആ ഒരു ആംഗിളും അതുപോലെ തന്നെ ഫ്ലൈറ്റും സ്പീഡ് വേരിയേഷനും എല്ലാം യൂസ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ബോൾ ചെയ്തു. അതുപോലെ തന്നെ ദേവദത്ത് പടിക്കൽ നമ്പർ 3-ൽ നമ്മൾ സായ് സുദർശനാണ് ഗംഭീറും ഇന്ത്യൻ സെലക്ടേഴ്സും കണ്ടിരുന്നത്. സായ് സുദർശന് പരിക്കായതുകൊണ്ട് മാത്രം വന്ന ഒരാളാണ് ദേവദത്ത് പടിക്കൽ. പക്ഷേ ദേവദത്ത് പടിക്കൽ ഇപ്പോൾ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. 167 എന്ന് പറയുന്നത് സ്ട്രോങ് പെർഫോമൻസ് മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. സോ ഇനി മുന്നോട്ട് സായ് സുദർശൻ തിരിച്ചു വരുമ്പോൾ സെലക്ടേഴ്സ് എന്ത് ചെയ്യുക എന്നുള്ളത് വളരെ നിർണായകമായിട്ട് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. സായ് സുദർശൻ ആയിരുന്നു അവരുടെ നമ്പർ 3, അവർ ഫസ്റ്റ് പ്രിഫറൻസ്. ഇപ്പോൾ ഈ ഒരു പെർഫോമൻസ് ദേവദത്ത് പടിക്കലിൻ്റെ കയ്യിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അതും ശ്രീലങ്കയിൽ ഒരു സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. സൂപ്പർ ബാറ്റിൽ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. സോ സായ് സുദർശൻ വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് അവിടെ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. സോ പിന്നുള്ളത് ഇന്ത്യയുടെ മറ്റു ബാറ്റ്സ്മാർ. ഋഷഭ് പന്ത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മൾ വീണ്ടും ഈ ഒരു ഇന്നിങ്സിൽ കണ്ടു. ക്വിക്കായിട്ടുള്ള റൺസ് അടിക്കാനായിട്ട്, പെട്ടെന്ന് കുറച്ച് റൺസ് അടിക്കാനായിട്ട് തീർച്ചയായിട്ടും ഋഷഭ് പന്തിന് സാധിച്ചു. KL രാഹുൽ പെർഫോംഡ് വെൽ. അങ്ങനെ മൊത്തത്തിൽ വലിയ സിറാജ് നന്നായിട്ട് ബോൾ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാ രീതിയിലും എല്ലാവരും പെർഫോം ചെയ്തു. കുറച്ച് ബാഡ് ഇപ്പോൾ കുൽദീപ് യാദവിൻ്റെ എടുക്കുകയാണെങ്കിൽ, ജയ്സ്വാളിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പെർഫോമിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ബട്ട് കളി ജയിച്ചു, അത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു യാത്രയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഓരോ ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇനിയുള്ള എല്ലാ ടെസ്റ്റും ജയിച്ചേ പറ്റത്തുള്ളൂ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്. കഠിനമാണ്, പക്ഷേ ഈ വിജയം തീർച്ചയായിട്ടും ഇന്ത്യയെ അതിനെ ഹെൽപ്പ് ചെയ്യും. ഇന്ത്യയുടെ ഫീൽഡിങ്ങും വലിയ കുഴപ്പമില്ലായിരുന്നു. നല്ല ശുഭൻ ഗിൽ ഒരു ക്യാച്ച് എടുത്തു ശ്രീലങ്കയുടെ സെക്കൻഡ് ഇന്നിങ്സിൽ. കവറിൽ നിന്നിട്ടൊരു ക്യാച്ച്, അന്യമായിട്ടുള്ള ക്യാച്ചായിരുന്നു. സോ ഫീൽഡിങ്ങും ഇതായിരുന്നു. ജയ്സ്വാൾ ആൻഡ് ഡിക്വല്ല തമ്മിലുള്ള സംസാരം, തൊട്ടടുത്ത ബോളിൽ ഡിക്വല്ല ഔട്ടാവുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതും വളരെ രസകരമായിരുന്നു. സോ ഇത് തന്നെയാണ് നമ്പർ 3 ബാറ്റ്സ്മാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം. സായ് സുദർശൻ തിരിച്ചു വരുമ്പോൾ ദേവദത്ത് പടിക്കൽ എന്ത് ചെയ്യും? അതോ ദേവദത്ത് പടിക്കലായിരിക്കും ഇന്ത്യയുടെ ഒരു നമ്പർ 3 ബാറ്റ്സ്മാൻ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് ടോപ്പ് ഓർഡർ സെറ്റാണ്, ഓപ്പണിംഗ് സെറ്റാണ്. നമ്പർ 3 കൊണ്ട് സെറ്റായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെറ്റായിട്ട് തന്നെ ആയിരിക്കുന്നത്. 2ാം ടെസ്റ്റും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ തന്നെ നേടാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ വളരെ
ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ നോക്കിയാലും ടീം വർക്കിൻ്റെ കാര്യത്തിൽ നോക്കിയാലും ടോസ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ടോസ് ഇന്ത്യക്ക് കിട്ടിയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഭംഗിയായിട്ട് തന്നെ ബാറ്റ് ചെയ്യാനും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും ഒരു ഫസ്റ്റ് മാച്ച് ജയിക്കാനും ഇന്ത്യക്ക് സാധിച്ചു. വളരെ പോസിറ്റീവായിട്ട് അടുത്ത ടെസ്റ്റിലേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ. ഇതേ ടൈമിൽ തന്നെ ഇവിടെ പാകിസ്ഥാൻ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ജയം നേടിയിട്ടുണ്ട്. സോ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാം. കുറച്ച് ഓഫ് സീസൺ ആയിരുന്നു, ക്രിക്കറ്റ് അധികം ഇല്ലായിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെ ഒരു ബ്രേക്ക് എടുത്തത് കുറച്ച് തിരക്കുമായിരുന്നു. തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് വീഡിയോസ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള മാച്ചസിൻ്റെ എല്ലാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ